പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം ഇന്നു മുതൽ നെയ്യഭിഷേകത്തിന് തുടക്കമായി. പുലർച്ചെ 3:30 മുതലാണ് നെയ്യഭിഷേകത്തിന് തുടക്കമായത്. ഇന്നും ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്നു മുതൽ നെയ്യഭിഷേകത്തിന് തുടക്കമായി. പുലർച്ചെ 3:30 മുതൽ 7 വരെയും തുടർന്ന് രാവിലെ 8 മുതൽ 11 വരെയാണ് നെയ്യഭിഷേകം നടത്തുന്നത്. അയ്യപ്പനുള്ള മുഖ്യ വഴിപാടാണ് നെയ്യഭിഷേകം. വഴിപാടിന് ശേഷം ശ്രീകോവിലിൽ നിന്ന് ലഭിക്കുന്ന നെയ്യ് ദിവ്യപ്രസാദമായിട്ടാണ് അയ്യപ്പന്മാർ സ്വീകരിക്കുന്നത്. ജനുവരി 18 വരെയാണ് തീർത്ഥാടകർക്ക് നെയ്യഭിഷേകത്തിന് അവസരം ലഭിക്കുന്നത്. 19-ന് നെയ്യഭിഷേകം ഉണ്ടായിരിക്കില്ല. ജനുവരി 20-ന് രാവിലെ 6:30-ന് നടയടയ്ക്കും. നെയ്മുദ്രയിൽ നിറയ്ക്കുന്ന നെയ്യ് പൊട്ടിച്ച് പാത്രത്തിലാക്കി ഭഗവാൻ അഭിഷേകം ചെയ്യും. തുടർന്ന് അഭിഷേകം ചെയ്യുന്ന നെയ്യിൽ കുറെ ഭാഗം തിരികെ ലഭിക്കും. ഈ നെയ്യെ ഭക്തർ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും നെയ്വിളക്ക് കത്തിക്കുകയും ഔഷധമായി സേവിക്കുകയും ചെയ്യും. ഭക്തരുടെ പ്രധാന വഴിപാടും നെയ്യഭിഷേകമാണ്. ഇതിന് സമയക്ലിപ്തതയുള്ളതിനാൽ ദർശനം ലഭിച്ച് അഭിഷേക സമയം വരെ സന്നിധാനത്ത് വിരിവെച്ച് കാത്തിരുന്ന് നെയ്യഭിഷേകം ചെയ്താണ് മടങ്ങാറ്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നത്. നട തുറന്ന 2ാം ദിവസവും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്തും നടപ്പന്തലിനും ഉണ്ടായത്. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ. ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.